പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മേടിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ തീമിൽ ഒരുപാട് സാധനങ്ങൾ ആ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പക്ഷെ ഇഷ്ടപ്പെട്ട എല്ലാതൊന്നും നമുക്കന്ന് കിട്ടിയിരുന്നില്ല കേട്ടോ. അങ്ങനെ കിട്ടാതെ പോയ ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുള്ള പെന്നുകളും പെൻസിലുകളും. കാരണം വേറൊന്നുമല്ല, സാധാ പെന്നിനും പെൻസിലിനെ അപേക്ഷിച്ച് ഇതിന് വില കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി സാധാ പെന്നിനും പെൻസിലും ഉണ്ടായിരുന്ന അത്ര തെളിച്ചും ഇതിനുണ്ടായിരുന്നില്ല. അങ്ങനെ വാങ്ങി തരാതിരിക്കാനുള്ള എല്ലാ കാരണങ്ങളും നമ്മുടെ പോരാളിയുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ചെയ്തു തുടങ്ങിയ സാധനങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഇത്. എന്തിനധികം പറയുന്നത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് പോലും ഇത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് കൊടുത്ത സമയത്ത് അവൻ്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ഈ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ട്രസ്റ്റ് മീ, അവരത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചെടുത്ത് വെക്കുകയും ചെയ്യും. ഈ ക്രാഫ്റ്റ് ഞാനിപ്പോൾ ചെയ്യുന്നത് പെന്നിലാണ്. പക്ഷേ ഇത് പെൻസിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് നമ്മളത് ഷാർപ്പൻ ചെയ്യുമ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളറിലും കാർട്ടൂൺ തീമിലും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ കണ്ടോ, പേപ്പറും ഫെവിക്കോളും അതുപോലെ ക്രയോൺസും മാത്രം മതി. സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ ഇത്. പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി നല്ല പൂക്കിയ ബാഗും പൂക്കിയ പൗച്ചും ഒക്കെ വാങ്ങി പെന്ന് മാത്രം നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ. പിന്നെ ഈ പെന്നിന്റെ ക്യാപ്പ് കണ്ടോ, ഇങ്ങനെ ഒരു ക്യാപ്പ് മാത്രം ഉണ്ടാക്കി നമുക്കത് പെൻസിലിന് മാത്രമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ, എഴുതുന്ന പെന്നാണെങ്കിലും അതിന് ക്യാപ്പ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആ പെന്ന് യൂസ് ചെയ്യില്ല. എന്തോ ക്യാപ്പില്ലാത്ത പെന്നുകൊണ്ട് എഴുതുമ്പോൾ എന്തോ ഒരു സുഖക്കുറവാണ്. അങ്ങനെ എന്നെപ്പോലെ വിചിത്രമായ സ്വഭാവമുള്ളവർക്ക് ഈ ക്രാഫ്റ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കണം. ഇനി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.